ഫെബ്രുവരി 19 വ്യാഴാഴ്ച. ലൂക്ക 9:22 മുതൽ 25 വരെ വാക്യങ്ങൾ. ഒരു യുഗോസ്ലാവിയൻ രാഷ്ട്രീയ തടവുകാരൻ അണ്ടർഗ്രൗണ്ട് നോട്ട്സ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. തന്നെപ്പോലെ തന്നെ തടവിൽ വളരെയധികം കഷ്ടപ്പെട്ട തടവുകാരുടെ കേസുകൾ അദ്ദേഹം ഒന്നിനു പുറകെ ഒന്നായി ഉദ്ധരിക്കുന്നു. തങ്ങളുടെ ശരീരത്തെ രക്ഷിക്കണോ അതോ ആത്മാവിനെ രക്ഷിക്കണോ എന്ന് തിരഞ്ഞെടുക്കുമ്പോൾ തങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാൻ തീരുമാനിച്ചവർക്ക് ശ്രദ്ധേയമായ ഒരു ശക്തി അനുഭവപ്പെട്ടുവെന്ന് ഈ തടവുകാരെല്ലാം സാക്ഷ്യപ്പെടുത്തി. ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ജീവിക്കാൻ പുതിയ ഒരു ശക്തി അവർ അനുഭവിച്ചു. എന്നാൽ മറുവശത്ത് തങ്ങളുടെ ശരീരത്തെ രക്ഷിക്കാൻ തിരഞ്ഞെടുത്തവർക്ക് ഒടുവിൽ അവരുടെ ശരീരവും ആത്മാവും നഷ്ടപ്പെട്ടു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ആദ്യം തൻ്റെ തിരസ്കരണത്തെക്കുറിച്ചും കഷ്ടതകളെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും നമ്മോട് പറയുന്നു. പിന്നീട് ഉടൻ തന്നെ നാം അവനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മെ തന്നെ ത്യജിച്ച് നമ്മുടെ കുരിശുകൾ ദിവസം എടുക്കണമെന്ന് അവൻ നമ്മോട് ആവശ്യപ്പെടുന്നു. സ്വയം ത്യജിച്ച് തന്നെ അനുഗമിക്കാനുള്ള യേശുവിൻ്റെ സന്ദേശം ആത്മത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രവൃത്തികളാൽ അടയാളപ്പെടുത്തിയ ഒരു ജീവിതം സ്വീകരിക്കാനുള്ള ഒരു സമൂലമായ ക്ഷണമാണ്. ഉദാഹരണത്തിന്, മറ്റുള്ളവരെ സേവിക്കുന്നതിനായി ജീവിതം സമർപ്പിക്കുന്ന വ്യക്തികളുടെ ആത്മത്യാഗം പരിഗണിക്കുക. ചിലപ്പോൾ സ്വന്തം ആരോഗ്യത്തിലും ക്ഷേമവും ബലികഴിച്ച് രോഗികളെ പരിചരിക്കുന്നതിനായി എണ്ണമറ്റ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ആരോഗ്യ പ്രവർത്തകരാകാം. അല്ലെങ്കിൽ സംഘർഷ മേഖലകളിലെ മാനുഷിക പ്രവർത്തകർ, സംഘർഷത്തിലാകപ്പെട്ടവർക്ക് സഹായവും ആശ്വാസവും നൽകാൻ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തുന്നവർ. ലോകം വാഗ്ദാനം ചെയ്യുന്നതെല്ലാം നാം നേടിയാലും നമ്മുടെ ആത്മാക്കളെ നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. ക്രിസ്തുവിന് മാത്രം നൽകാൻ കഴിയുന്ന നിത്യജീവനെ എത്ര പണമോ പ്രശസ്തിയോ നേട്ടമോ കൊണ്ട് നേടാൻ സാധിക്കുകയില്ല. മറുവശത്ത് യേശുവിന് വേണ്ടി ജീവിതം നഷ്ടപ്പെടുത്തുന്നവർ, തങ്ങളുടെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും സ്വയം പോലും ഉപേക്ഷിക്കുന്നവർ ഒടുവിൽ ദൈവം ഉദ്ദേശിച്ച യഥാർത്ഥ ജീവിതം കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, ലോകം ഒത്തിരി വാഗ്ദാനങ്ങൾ നൽകിയേക്കാം. പക്ഷേ യേശുവിന് മാത്രമേ യഥാർത്ഥത്തിൽ നമ്മെ തൃപ്തിപ്പെടുത്താൻ കഴിയൂ. പിടിച്ചു നിൽക്കുന്നതിലല്ല, മറിച്ച് അവന് കീഴടങ്ങുന്നതിലാണ് യഥാർത്ഥ ജീവിതം നാം കണ്ടെത്തുന്നത്. അതിനായി ഇന്ന് നമുക്ക് നമ്മുടെ കുരിശുകളെടുത്ത് അവനെ അനുഗമിക്കാൻ തീരുമാനിക്കാം. യേശുവിന് വേണ്ടി നാം എന്തുപേക്ഷിക്കുന്നുവോ അതൊരിക്കലും പാഴാകില്ല. പകരം ലോകത്തിന് നൽകാൻ കഴിയുന്ന എന്തിനേക്കാളും സമ്പന്നവും പൂർണ്ണമായ ഒരു ജീവിതം നമുക്ക് കണ്ടെത്താനാകും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.